ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഗൈസ്. അപ്പം നമ്മൾ ആ വേൾഡ് ഡിലീറ്റ് ചെയ്ത്, ആ വേൾഡ് കൊള്ളത്തിലായിരുന്നു. എസിന്റെ കളറൊന്നും കൊള്ളത്തില്ല. അപ്പം നമ്മുടെ കൂടെ നിന്ന് കളിക്കാൻ വേറെ ആളും കൊണ്ട് ദ ബീസ്റ്റ്, മൈൻക്രാഫ്റ്റ് ബീസ്റ്റ്. അതുകൊണ്ട് ഗൈസ് എന്റെ കൂട്ടുകാരനാണ്. അപ്പം നമ്മൾ അതെ അതെ നമ്മൾ അപ്പൊ സ്പോട്ട് എവിടെ ഏതോ ഒരു വേൾഡിൽ വന്ന് വീണിട്ടുണ്ട് ഗൈസ്. വില്ലേജ് കണ്ടുപിടിക്കണ്ടേ? ഇന്ന് നമ്മുടെ പണി നമുക്ക് എങ്ങനെ ഒരു വീട് പണിയാണ് ഗൈസ്. ആ വീഡിയോക്ക് അതൊരു വീട് പണി നമുക്ക് നടന്നില്ല. വീട് പണിയുണ്ടേ. ഇത് അച്ചീവ്മെന്റ്സും കൂടെ ഉള്ള വേൾഡ് ആയിട്ട് കുഴപ്പമില്ല. ഇത് അച്ചീവ്മെന്റ് കിട്ടും. ഞാൻ വെറും മൈൻക്രാഫ്റ്റ് ശിശു ഗായ്സ്. ഇല്ല പോന്ന ഇവിടെ വില്ലേജ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഇത് ഏത് സീഡ്? ഇതൊരു സീഡ്. ബാ താഴോട്ടിറങ്ങും അതൊക്കെ. ഇല്ല പോന്ന മൈൻക്രാഫ്റ്റിന്റെ ബുജിയാണ് ഗൈസ്, ബുജി. നീ എന്നെ പറഞ്ഞു, നീ ഡാമേജ് എടുത്ത ചെറുതായിട്ട്. ഇത് പോകുന്നില്ലല്ലോ. ഞാൻ പോയി. എന്തിനാണ് അത് വിളിക്കുന്നേ? ഞാൻ അവിടെ മരം ഉണ്ടോ? അതൊക്കെ മരം വെട്ടി തരാം. നീ അടങ്ങ്. വില്ലേജ് ഫുഡ് എടുക്കട്ടെ. നമ്മുടെ പണി അല്ല, ഒരു ബോട്ട് ഉണ്ടാക്കുക, രണ്ട് വില്ലേജറിനെ ഒരു ബോട്ടിനകത്ത് അങ്ങ് ആക്കുക കേട്ടല്ലോ. എന്തോതിന്? കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്തുവാ പണി? അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്നെ പഠിപ്പിക്കണം. ഫുഡ് വേണോ? ഫുഡ് ഇതൊക്കെ വേണ്ട. എന്റെ ഹാർട്ട് ബ്ലാക്ക് സ്മിത്ത്. മറ്റേ ഇതെടുത്തോ, മറ്റേ അയൺ. അയണൊക്കെ എടുക്കാം. ബ്ലാക്ക് സ്മിത്ത് കാണണ്ടേ? ബ്ലാക്ക് സ്മിത്തിന്റെ അടുത്ത് വല്ലതും കാണും. ഫർണസ് ഉണ്ടാക്കണം. എടാ വീടുണ്ടാക്കണം ആദ്യമേ. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. എന്തോന്നു വീട്? അയ്യോ സോറി. എടാ വീടൊക്കെ ഉണ്ടാക്കണം ആദ്യമേ. എന്തെങ്കിലും ഒക്കെ ആവട്ടെ നമുക്ക്. ചുമ്മാ അല്ല, ഇന്നത്തെ വീഡിയോക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്യാറ്റ് ഇത് പോകുന്നില്ലല്ലേ എനിക്ക്. എനിക്ക് അറിയാം. അയ്യോ അനങ്ങുന്നില്ല. എവിടെ ഇരിക്കുന്നു? ഞാൻ ഈ ഗോളത്തിനെ കൊന്നിട്ട്. ഗോളത്തിനെ കൊല്ലുന്നു? വേറെ നിനക്ക് പ്രാന്തോ? എന്ത് പിന്നെ അയൺ വേണ്ടേ? അയൺ നീ വരൂ. അയൺ ആ പെട്ടിക്കാതില്ലായിരുന്നോ? ആ പെട്ടിക്കകത്ത് നമുക്ക് മൈൻ ചെയ്യാം, വാ. എടാ മൈൻ അയച്ചിട്ട് അതും കൂടെ പൊട്ടിച്ചിട്ട് പോവും. എന്നാ എനിക്ക് കണ്ടു തോന്നുന്നു. നിന്നെ കൊല്ലൂല, എന്നെ കൊല്ലത്തോളൂ. എടാ നീ എന്റെ ഒരു ബ്ലോക്ക് എടുത്തോണ്ട് പോയോ? അവിടെ ഇട്ടിട്ടുണ്ട്. അതായിരിക്കും ആണ്ടേ വെട്ടിയെടുത്തു. ആങ്ങളെ ഓടി വരുന്നോ നോക്ക്. വന്നോ എന്റെ അടുത്ത് തീരുമാനം. ഞാൻ ഇവിടെ നല്ല പിന്നെ ഉണ്ടോ? മണ്ടേ പോയിരിക്കും. അയൻകോളം. എടാ ഈ മണ്ടൊക്കെ സാധനം ഒന്ന് പൊളിച്ചേ. ആ അയൻകോളം നിൽക്കുന്ന സാധനം എവിടെ? ഞാൻ കണ്ടില്ല. നീ എന്ത് ചെയ്യേ? നീ വീണ്ടും വെളിയിറങ്ങി. ഞാൻ വീടിന്റെ വെളിയിലല്ലേ ഇരിക്കുന്ന. ഓക്കെ അയൻകോളം നിൽക്കുന്ന സംഭവം അങ്ങ് പൊളിക്ക്. അത് തന്നെ പൊളിച്ചു. പൊളിക്കുക. മാറ്. ഞാൻ പോട്ട് കൊല്ലം. ഞാനോട് അടിക്കണോ ചാടി വന്ന്? താങ്ക്സ്. ഇറങ്ങി പോരാ. നീ ഇറങ്ങി പോരാ. ഞാൻ താണ്ടേ വരുന്നതേ ഉള്ളൂ. താഴോട്ട് ഇറങ്ങണ്ടേ പതുക്കെ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് പറയൂ. നീയാണ് പറയേണ്ടത്. നീയാണ് മൈൻക്രാഫ്റ്റ് ബുജി. എനിക്ക് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടെന്നേ ഉള്ളൂ. നീ ആദ്യമേ നിന്റെ തടിയില്ലേ? ഇല്ല. തടിയില്ലേ? ഇന്നാ നിന്റെ അയൺ ഞാൻ ഇവിടെ വെച്ചേക്കാം. നമുക്ക് രണ്ടും കൂടെ പൊട്ടാ. നിന്റെ നിന്റെ ഓർമ്മ ഇരിപ്പോയില്ലയോ? അതല്ല, നിന്റെ ഓർമ്മ ഇരിപ്പോയില്ലേ? നീ അങ്ങ് വെച്ചാ പോരെ. എന്നാ ഞാൻ കഷ്ടപ്പെടുന്ന എന്തിനാ? നീ ബുദ്ധിമാനാ കേട്ടോ. അതാ പിന്നെ നിന്റെ കൈയിരിക്കുന്ന കുഞ്ഞിതാ. ഞാൻ വെച്ചോളാ. ആദ്യമേ ഈ വില്ലേജിലുള്ള സകലമാന ബെഡും എടുക്കണം. ആദ്യമേ എന്തോത്തിനാ? എടാ നിനക്ക് അങ്ങനെ കുറെ വില്ലേജർ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. അത് ഇപ്പഴേ സ്റ്റാർട്ട് ചെയ്ത് അറിയാ.
ആദ്യമേ മര്യാദയ്ക്ക് ഒരു വീട് പണി. ട്രേഡിംഗ് ഒക്കെ അത് കഴിഞ്ഞിട്ട് സെറ്റ് ആക്കാം. ആദ്യമേ നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം. കാത്തിട്ട് തിരിച്ചു മര്യാദയ്ക്ക് വരണ്ടേ. നീ വീടല്ലേ അയണിഞ്ഞ ഞാൻ പോയി ഫുഡ് കേട്ടോ അപ്പഴത്തേക്കും. ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണോ എന്നാ. ഇല്ലേ ടാസ്ക് തരാം ഞാൻ. അല്ല നമുക്ക് കേറായ ചുമ്മാ ഇത് മതി. നിനക്കൊരു ടാസ്ക് ഉണ്ടെന്ന്. ഈ എന്തുവാ? വില്ലേജ് ഉണ്ടോ? ആ വില്ലേജ് സകലമാന ബെഡും പൊട്ടിച്ചോണ്ട് വരണം അയണിഞ്ഞ. ദോ കിടക്കുന്നു. ഓണ്ട് തിരിഞ്ഞു നോക്കാം അങ്ങോട്ട്. ഒരു ബെഡ് ഞാൻ എടുത്തു. നീ വല്ല എടുത്തോ? നീ വല്ല ബെഡും എടുത്തോ? ഞാൻ 2 ബെഡ് എടുത്തു. ഈ മൊത്തം വില്ലേജുള്ള മൊത്തം ബെഡും പൊളിച്ചൊരു മൂലയെ കൊണ്ടുവരണം. ഞാൻ വരും. വരും. ആണ്ടേ നമ്മുടെ രണ്ടര റെസ്പോൺസ് പോയിന്റ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യും. ഞാൻ സെറ്റ് ചെയ്ത് പറഞ്ഞോ. അപ്പൊ അത് മതി. ആ സെറ്റ് ചെയ്ത്. നിന്റെ 3 ഇപ്പൊ ഉണ്ടോ? എന്റെ ഇനിയിപ്പോ ഒന്നുമില്ല. ബെഡ് ഇല്ലയോടാ? ബെഡൊന്നും വേണ്ട. മേളിൽ കയറി അപ്പൊ നമ്മുടെ നമ്മുടെ ജോലി ഇന്നത്തെ നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം ഗൈസ്. നമ്മൾ വെളിയിൽ കിടന്നുറങ്ങുന്നു. ഓ ഇപ്പൊ നമ്മുടെ പണി നമ്മൾ ബെഡ് കണ്ടുപിടിക്കണം. ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ടത് കൊറേ ചാടണം ഇല്ലേ? എനിക്കിങ്ങനെ ഓടാനൊന്നും വയ്യ. നീ ഓടി ഒന്നും നീ പോയി എടുത്തോണ്ട് വന്നാൽ മതി. ഞാൻ അതിനെക്കാട്ടിയും വലിയ പണി ചെയ്യുന്നു. ചെറിയൊരു ലാഗ് ഉണ്ടോന്നൊരു സംശയം. വീണുണ്ട്. ഈ വില്ലേജ് വീടിന്റെ മണ്ടേ പോയി എന്തോ കാണിക്കുന്നു. അതവന്മാർക്ക് ഭ്രാന്ത്. ഇതെങ്ങനെ അല്ല അല്ല അവന്മാർക്ക് കിടക്കാനൊന്നും വേണ്ട. അവന്മാർക്ക് വേണ്ടയ്ക്ക് എറിയുന്നത് രാത്രിയാകുമ്പോ. കൊള്ളാല്ലേ കളി. ആടാ കിടന്നുറങ്ങടാ. നിനക്ക് വേണ്ടി ഞാൻ ഉറങ്ങാം. ഏ നിനക്ക് വേണ്ടി ഞാൻ ഉറങ്ങാം. ഞാനും ഉറങ്ങി. നീ ഉറങ്ങിയാ മതി. പറയട്ടെ. രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയാലേ രാവിലെ വരത്തുള്ളൂ. ആ അറിയാം. ഞാൻ അടുത്ത ബെഡ് എടുക്കുക. നീ പറ്റുന്നത്ര ബെഡ് അങ്ങ് എടുത്തോ. ഞാൻ ഇപ്പം തടി കിട്ടാൻ പോകുന്നു. ക്രീപ്പർ മാറി ഇക്കൊക്കെ ഇറക്കാൻ പറ്റുന്നത്. അതെ ബോയ്. ആ ബെഡ്. എടാ ഇതെന്തോ മുട്ടക്കാട്ട് വില്ലേജാ. ഇത് കൊറേ ഉണ്ട് ഇവിടെ. നമ്മളവിടെ അപ്പുറത്ത് ഇറങ്ങിയെടുത്ത് ഇപ്പുറത്ത് വന്നപ്പോ ഇവിടെ കൊറേ എണ്ണം നിൽക്കുന്നു. ഇപ്പുറത്ത് വേറൊരു വില്ലേജ്. നല്ലതാ. എന്തോടെ പരിപാടി? ഇച്ചിരി ലാഗ് ഉണ്ടോന്ന് സംശയം. ഞാൻ എന്തിനാ ഇപ്പൊ ഇത്? ഞാനൊരു പൊട്ടൻ തന്നെ കേട്ടോ. എടാ ഇവിടെ വീട് കുത്തിപ്പൊളിയണോ? അയ്യോ ഇറങ്ങാൻ വയ്യ. ഇമാർക്ക് ഈ ഡോറൊക്കെ 2 ആക്കിക്കൂടി. നമ്മൾ ഈ വേൾഡ് പൊളിക്കുന്നു. നല്ലൊരു വേൾഡ് ആക്കിയിട്ടുണ്ട്. നീ കൈ സാധനമൊക്കെ എടുത്ത് മാറ്റിയൊക്കെ പോയി. എത്ര ബെഡ് വേണം? എടാ പറ്റുന്ന എത്ര ബെഡ് അങ്ങ് എടുത്തോ. കൊറേ കിട്ടിയിപ്പോ. ഇൻവെന്റോറി നിറയുന്ന വരെ അങ്ങ് എടുത്തോ. അങ്ങനൊക്കെ പറഞ്ഞാ അത് ലാഭാ. ഇപ്പൊ വീണേനെ ജസ്റ്റ് വീണ് ചത്ത പിന്നെ സാധനങ്ങൾ എല്ലാം പോയി ഒപ്പിക്കണം. എന്നാ നമുക്ക് ചെറിയ വെച്ചുണ്ടാക്കിയാ പോലെ. ആ മതി. പിന്നില്ലേ വാങ്കറിങ് വില്ലേജർ ഇല്ലേ? ആ അങ്ങേര് സ്പോൺ ആകുമ്പോ തന്നെ അങ്ങേരെ കൊന്നിട്ട് മറ്റേ 2 ലീഡും അങ്ങ് എടുത്തോണം. ഓ അളിവിടെ അങ്ങേര് ചെസ്റ്റ് ചെറ്റോ തുറന്നു നോക്ക്. സാധനങ്ങളെല്ലാം എടുത്തോണ്ട് ഇനി പോരും. ആപ്പിളും കിഴങ്ങും ഇരിപ്പുണ്ട്. നമുക്ക് ആപ്പിൾ ഓറഞ്ചൊന്നും വേണ്ട. പിന്നെ ഒരു മരവും കിട്ടി 2 ബുക്കും കിട്ടി. ബുക്കൊക്കെ എടുത്തോ. അവിടെ ബുക്ക് ഷെൽഫ് ഉണ്ടോ? ഇല്ല. ഉണ്ട്. അതും കൂടെ പൊട്ടിക്കണം കേട്ടോ. ഇവിടെ ഒരു മറ്റേ ഇത് ഇരിപ്പുണ്ട്. എന്തോ കട്ടർ എന്തോ അതിന്റെ പേര്. സ്റ്റോൺ കട്ടർ. ആ അത് തന്നെ. അതും പൊട്ടിച്ചെടുത്തു. അത് കാണോ? ഉം എന്തിനാ അതല്ല?
നീ ഇതിന്റെ അത് കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കിയോ. എന്തുവാ കോർഡിനേറ്റ്സ് ഓണാക്കടാ. കോർഡിനേറ്റോ എനിക്ക്? എന്നെ ഓപ്പറേറ്റർ ആക്കല്ലേ. ഇല്ലില്ല. ആക്കിയ വേൾഡിന്റെ അച്ചീവ്മെന്റ്സ് അങ്ങ് പോകും. നിനക്ക് എല്ലാ അച്ചീവ്മെന്റ്സും കിട്ടണം. നീ പുതിയ പ്ലെയർ ആണ്. വെയിറ്റ്. കോർഡിനേറ്റ് മാത്രം മതിയോ? ഓ മതി, വേറൊന്നും വേണ്ട. എന്തിനാ നോക്ക, തിരിച്ചു വരാനാണോ നോക്കി? അല്ലടാ, ഇതൊക്കെ മൈനിങ്ങിനൊക്കെ കുറെ ആവശ്യമുണ്ട്. നിങ്ങൾ എല്ലാം പ്രശ്നമാണ്. അടുത്ത നമ്പർ ഉണ്ടോ? ആ അത് 16 ഡയമണ്ടിന്റെ അയണിന്റെ സ്പോൺ ഏരിയയാണ് 16. അത് 16 ആകുമ്പോ താഴോട്ട് കുഴിച്ചു വേണം അത് മാറണമെങ്കിൽ. -59 ഡയമണ്ടിന്റെ. അങ്ങനെ കുറെ ഉണ്ട് സംഭവങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ് നീ പഠിച്ച്? ഇതൊക്കെ ഉണ്ട്. ഇത് കുറെ നാളത്തെയും കളിക്കുന്നത്. ഏതാണ്ട് ഇപ്പൊ 3 വർഷം കൊണ്ടാണ്. 3 പക്ഷെ മാസോ? എന്നെക്കാട്ടി 3 വർഷം. എന്നെക്കാട്ടി എത്ര വലിയ പ്ലേയേഴ്സ് ഉണ്ടെന്നാണ്. ഞാനൊക്കെ വെറും കുഞ്ഞി ഇച്ചിരി വെറും ഇച്ചിരി ഇവിടുത്തെ പ്ലെയർ. നീ എന്ത് ഇവിടുത്തെ മൊത്തം കളക്ട് ചെയ്ത് ഈ മേളിൽ ഒരു വില്ലേജ് ഞാൻ അങ്ങോട്ട് കയറി പോട്ടെ. ആ ബ്ലാക്ക് സ്മിത്ത് ഇരുന്നെടുത്ത്. നീ എവിടെ നിന്നാണ് വെട്ട് പൊട്ടിച്ചെടുത്ത്? ഞാൻ കുറെ അടുത്തുനിന്ന് എടുത്തായിരുന്നു. ബ്ലാക്ക് സ്മിത്തിന്റെ അടുത്ത് ഇല്ലടാ. ബ്ലാക്ക് സ്മിത്തിന്റെ അടുത്തല്ല, അവിടെ ഒരു വില്ലേജ് ഉണ്ട്. 2 വില്ലേജോ? ഇവിടെ 2 അല്ല 3 കണ്ടുണ്ട്. അതെങ്ങനെ? ആ 2 ഉണ്ട്, 2 അല്ല, 3 സീഡൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ വേൾഡിൽ തന്നെ വരണം. ഇവിടെ അങ്ങോട്ട് തന്നെ ഇനി അങ്ങോട്ട് വില്ലേജ് കാണും. കാണും. ഇവിടെ തന്നെ അല്ല, കുറച്ച് ദൂരം. ഒരു വേൾഡിൽ കുറെ ഈ വീഡിയോ കൂടിപ്പോ അരമണിക്കൂറേ ഉള്ളു കേട്ടോ. നമ്മുടെ വീഡിയോ ഇങ്ങനെ കറങ്ങി കിടക്കാം നമുക്ക്. കുഴപ്പമില്ല. ഇന്ന് തന്നെ പറ്റുന്ന അത്രയും സെറ്റ് ആക്കണം. ഞാൻ എടുത്ത് ബെഡ് മൊത്തം കളക്ട് ചെയ്തു. ഞാനിപ്പോ ചത്തേനെ. എത്ര ബെഡ്? എത്ര? 12 ബെഡ് ഉണ്ട്. 12 ബെഡ്, 13, 14 ബെഡ്. ഒന്നും അല്ല. എനിക്ക് വില്ലേജർ ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞാത്തോണ്ടാ. ഇതുവാടാ വില്ലേജർ ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞോടത്തോണ്ട്. നിനക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എല്ലാം പഠിക്കണം. ഇനിയിപ്പോ ഒരു ശവൽ ഉണ്ടാക്കണം. നിന്റെ ശവലുണ്ടോ? ഞാൻ പോയിട്ട് വരാം. ഒരു ശവൽ ഉണ്ടാക്കിട്ടെ. ബെഡ് ഇത്രയും 12 മതി തൽക്കാലത്തേക്ക്. ഓ ഒരു ശവൽ ഉണ്ടാക്കിയിട്ട് നീ പറ്റുന്നത്ര സാൻഡ് മൈൻ ചെയ്തോണ്ട് വരണം. പാൻറ്റോ? ശവല് വെച്ചിട്ട്. അറിയാവോ? ഓ അറിയാം. അത് ചെയ്യും. പിന്നെ മരം പെട്ടിട്ടത്. എടാ അത് മരം ഉണ്ടെങ്കിൽ എടുത്തുക. ആണ്ടേ, ഞാൻ പോയി കുറെ വെച്ച്. എന്റെ ഇപ്പം 63 ഉണ്ട്. നിനക്കൊരു 2 ഈ ചോർച്ച് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റും. ഇല്ല ഇല്ല, അതിന് ആഡ് വേണം. എന്തോ വേണം? മോഡ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ലേ നീ അവിടെ? ഉണ്ടാക്കി. നീ വീണ്ടും ഉണ്ടാക്കിയോ? ഇല്ല, ഞാൻ ഉണ്ടാക്കിയില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നും കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ കുറച്ച് ബ്രെഡ് എല്ലാം കൂടെ അവിടെ ഈ ചെക്കിനും എല്ലാം ആക്കി വയ്ക്കും. ഞാൻ കുറച്ച് കൊലപാതകം ചെയ്തിട്ടുണ്ട്. കൊലപാതകം. ഓക്കെ, ഞാൻ പോയി സാൻഡ് മേടിക്കട്ടെ. അതായത് ഒരു പൊളി സംഭവം. എന്തോടാ? എടാ തോല അവിടെ ഇത്, അത് ഞാൻ കണ്ടില്ല. ഇവിടെ നേരെ നോക്ക്. കണ്ട് ഇവിടെ വെള്ള. ഞാൻ പോയി പറ്റുന്നത്ര ഫുഡെല്ലാം ഒപ്പിച്ചിട്ട്. എന്തോ ഉണ്ടായിരുന്നു? വല്ല വേണം ഫുഡ്? എന്റെ ആപ്പിൾ ഇരിപ്പുണ്ട്. ആപ്പിളൊക്കെ നീ വെച്ചോ. ആപ്പിളൊന്നും നമുക്കൊന്നും അല്ല. തൽക്കാലത്തേക്ക് ആവശ്യം. തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ആപ്പിൾ. വില്ലേജറിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ബ്രെഡ് വേണം. എത്ര എണ്ണം വേണം സാൻഡ്? സാൻഡ് പറ്റുന്ന അത്ര അങ്ങ് മൈൻ ചെയ്തോ. ഇത്തിരി മണിയൊന്നും അല്ല വേണ്ടത്. ഇതിന്റെ മണ്ടയ്ക്ക് കിടക്കുന്ന അത്ര എടുക്കാൻ പറ്റും. ഇതിനി കുടിക്കാ സാൻഡ് എടുത്തോണ്ട് ഞാൻ ഇറക്കാൻ. അയ്യോ ലാഗ് വരുന്നു.
എടാ നമുക്ക് ഈ കടലിന്റെ നടുക്കൊരു വീട് പണിഞ്ഞാലോ? എന്തിന് നീ എങ്ങനെ അവിടെ പോകും തിരിച്ച്? അത് നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കാം. നിന്റെ ഇഷ്ടം, നീയാണ് പണിയുന്നത്, ഞാൻ പണിയുന്നില്ല. അത് ശരി. എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല, ഞാൻ നിനക്ക് വേണ്ടുന്ന സാധനമൊക്കെ വെട്ടിക്കൊണ്ട് വരാം. ഇത് എനിക്കുണ്ടല്ലേ ക്രിയേറ്റിവിറ്റി, എനിക്ക് ഇതേ കഴിവുള്ളൂ. വേണ്ടുന്ന സാധനം എല്ലാം കൊണ്ട് നീ നീ റിച്ച് പേഴ്സൺ, നീ എന്തുവാ, നീ മൈൻക്രാഫ്റ്റ് ബുദ്ധി. മൈൻക്രാഫ്റ്റ് ആർപ്പാട് അറിഞ്ഞൂടത്തെ കഴിവില്ലാത്ത സംഭവമാണ് ബിൽഡിങ്. ഏ നീ ആകെപ്പാടെ ഒരു മിനിറ്റ്, ഞാൻ ഓണാകട്ടെ. എടാ ഒന്നുമില്ല, വീഡിയോ Guys, തുടങ്ങിയിട്ട് നമുക്ക് അബദ്ധം പറ്റി, നമ്മുടെ വീഡിയോ ഇത്ര നേരം പോസ് ആയിരുന്നു, ഇതാ അറിഞ്ഞില്ല അത്. കൊന്നടാ കൊന്ന്. നമ്മൾ കുറെ പണി ചെയ്തെടുത്തു, അത് നിങ്ങളാരും കണ്ടില്ല, ക്ഷമിക്കണം. എന്റെ വീഡിയോ പോസായി പോയോ? നിനക്ക് അച്ചീവ്മെന്റ് എല്ലാം കിട്ടിയോ? ഇല്ല. എന്റെ ഇൻട്രൊഡക്ഷൻ കൂടെ നടത്തി. കേട്ടില്ല. എന്റെ ഇൻട്രൊഡക്ഷൻ നടത്തടാ. എന്തോ ഇൻട്രൊഡക്ഷൻ? നീ എന്നെ പരിചയപ്പെടുത്തിയോ? എടാ അത് ആദ്യമേ ആയിട്ട് 16 മിനിറ്റത്തെ വീഡിയോ എനിക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ടാ പോസായത്. ഗൈസ്, നമ്മുടെ വീഡിയോ പോസ് ആയിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു. എനിക്കറിയാം, എനിക്ക് നീ വീഡിയോ ആക്കാപ്ലേ കാണുമ്പോൾ എവിടെ തൊട്ടാ പോസായതെന്ന് അറിയാൻ പറ്റൂ. എടാ ഇത് നീ എവിടെ ഇരിക്കുന്നു? അല്ല, ഇനിയിപ്പോ ഒരു ചെറിയ പ്രശ്നം വന്നു. എന്തുവാ? ഈ സൗണ്ട് ഫയലിന്റെ ഇടയിൽ നമുക്ക് അടിച്ചു കയറ്റണ്ട. കേട്ടില്ല. സൗണ്ട് ഫയൽ അടിച്ചു കയറ്റുന്നതിന്റെ ഇടയിൽ എന്തോ അടിച്ചു മാറ്റുന്നു? സൗണ്ട് ഫയൽ ഇതിന്റെ അകത്ത് കയറ്റണ്ടേ? അങ്ങനെ. അതിന് ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അത് കുഴപ്പമില്ല. നീ തന്നെ ഇതൊന്നും ചെയ്തോണം. അതെ, ഞാൻ എത്ര നേരമായി ഞാൻ നോക്കട്ടെ സൗണ്ട് എവിടെ തൊട്ടാ വീഡിയോ പോകുന്നത്. എനിക്ക് അറിയാം, വീഡിയോ എഡിറ്റ് ചെയ്ത് അവസാനം കുളമാവും, നോക്കി എനിക്ക് ഉറപ്പുണ്ട്. ഇൻട്രൊഡക്ഷൻ പറയുന്നവരെ എടുത്തിട്ട് നമുക്ക് നോക്കാം. 16 മിനിറ്റ് 21 എന്റെ വീഡിയോ പോസായി പോയി ഗോയ്സ്. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. എന്ത് പൊട്ടനാണ്. ഞാൻ മേലോട്ട് കയറട്ടെ. നീ നീ എവിടെ ആയിരുന്നു? നീ എവിടെ ഇരിക്കുന്നു? ഞാൻ ഈ ഗെയിമിന്റെ കുറച്ച് മൈനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സാധനങ്ങൾ വേണ്ടേ? എത്ര നേരം ഉണ്ടെന്ന് നോക്കട്ടോ, അല്ല 5 മിനിറ്റ് ഉള്ള. ഞാൻ വില്ലേജറിന് ചെറിയൊരു പരി നോക്കട്ടെ. എടാ ഇവന്മാര് ഈ ബെല്ല് മണ്ടയ്ക്ക് കൊണ്ട് വെച്ചാൽ എങ്ങനെ ശരിയാവുന്നേ? ആ ബെല്ലടിക്കുമ്പോ അവന്മാരെല്ലാം കൂടി അവന്മാരുടെ വീടിന്റെ അകത്ത് പോകും. അല്ല, അപ്പൊ വില്ലേജേഴ്സ് വരുമ്പോഴേ വലിഞ്ഞേറി മണ്ട വരെ വരാൻ പറ്റൂ? നമ്മുടെ ഉത്തരവാദിത്തം, അത് അവന്മാർക്ക് അറിയണ്ടല്ലോ. നമ്മുടെ ആവശ്യമില്ലേ. നീ ഏത് കുഴിയിലാ? ഞാൻ വെറുതെ കുഴിയിലൊന്നും അവരിക്കുന്നു. എവിടുത്തെ കുഴി ഇത്? തിരിച്ചു വന്നതാ. വന്നോ? ഞാൻ കണ്ടില്ലല്ലേ. ഞാൻ വല്ലതും തിന്നട്ടെ, നീ വാശി. ഇവിടെ വല്ല ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ? ബ്ലാക്ക്സ്മിത്തിന്റെ അടുത്തുണ്ടോ? ബ്ലാക്ക് സ്മിത്ത് ഇവിടെ വല്ല ഉണ്ടോ? നീ ഇവിടുന്ന് ഈ ഹേബേലും എല്ലാം പൊട്ടിച്ചെടുത്തോ? ഇല്ല. അത് നമുക്ക് വേണ്ടാന്ന്, ഏത് പൊട്ടിക്കലല്ലേ? ഞാൻ പൊട്ടിച്ചെടുത്തു. ഇങ്ങോട്ട് ഇറങ്ങിയ അവിടെ നിന്നിട്ട് എന്തുവാനാ? ഇറങ്ങി പോന്ന ആട്. അവിടൊക്കെ പോട്ടി. എന്റെ അയണും വേണ്ടേ? അയറൻ വയറ് നീ വെച്ചോ. അത് നിന്റെ നിന്റെ ഇരിപ്പുണ്ടോ? വെച്ചടാ. അല്ല, നീ നിന്റെ വെച്ചോ. ഇരിപ്പുണ്ടോ? നിന്റെ 21 ഉണ്ട്. എനിക്കടുത്ത സാധനം ഉണ്ടാക്കണം. എത്ര എണ്ണം ഉണ്ടെന്ന്? 21. ഞാൻ ഇപ്പൊ മൈനിങ്ങിന് പോയിട്ട് ആ, ചുമ്മാ എന്നെ കേവിന്റെ കൊണ്ടുണ്ട് ഔട്ട്. നീ ഒറ്റയ്ക്ക് പോയിക്കോളാ. കൊള്ളാടാ. ഞാൻ മൈനിങ്ങിന് പോയിട്ട് വന്നില്ലല്ലോ. എവിടെ പോയി? നീ എന്നെയും കൂടെ നീ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞ എന്തിനാ? നീ എവിടെ പോയി? ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു ഷുഗർ കെയിൻ ഫാം വേണം. ഓ, അത് ഞാൻ പറയട്ടെ, അൺലിമിറ്റഡ് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയല്ലോ. ഒന്നുമില്ല, ഞാൻ തുറന്നത് അതൊക്കെ. നിന്റെ ഇത്രയും ഫാമുകൾ, എന്തുകൊണ്ടെന്ന് ഇത്രയും ഫാമേഴ്സ് കണ്ടോ? നിങ്ങൾ എത്ര ഫാം ചെയ്യുന്ന പിള്ളേരാണ് കണ്ടോ ഇവിടെ? ഞാൻ കണ്ടില്ല. വരുന്നു. ഞാൻ കുറച്ച് സാധനം എടുത്ത് മാറ്റത്തിനകത്ത്. എടാ നമ്മുടെ വീട് ഇവിടെ വേണ്ട കേട്ടോ. വേണ്ടേ? കുറച്ചും കൂടെ മതി. കാരണം ഈ വില്ലേജിന്റെ അടുത്ത് നിറച്ച് വർക്ക് സ്റ്റേഷൻ മൊത്തം കൂടെ കിടന്നങ്ങ് പണിയാവും. കുറച്ച് ആകെ ദൂരെ പോയിട്ട് യ്യോ, നീ എവിടെ ഇരിക്കുന്നു?
മലര് ഞാൻ ഇപ്പൊ ചെന്ന് വീണ ഇവിടെ അടുത്ത് വന്ന് ലാവാൻ്റെ ഇത് അവിടെ മൊത്തം ലാവയാണ്, ഏരിയോട്ട് പോവല്ലേ. ഇവിടെ ലാവ മൊത്തം. ആ ഊ, ഏറിയാ വയ്യ. വീണോ? എന്തുവാ വീഡിയോ എൻഡ് ചെയ്താലോ? ഇനി എപ്പോഴൊന്നും എൻഡ് ചെയ്യണ്ട. നമ്മൾ ഇന്ന് നെഗറിൽ കയറിയിട്ട് എൻഡ് ചെയ്യുന്നുള്ളൂ. ഓടാ, ഇന്ന് എതിർക്കാതെ നീ എന്ത് പ്രാന്തോ? എടാ നിനക്ക് ബക്കറ്റ് വേണേ, ഇവിടെ ബക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ബക്കറ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയോളാം. എന്റെ ആവശ്യം നായടാ. അപ്പൊ ചുമ്മാ വായം കളയുന്ന എന്തിനാ? നിനക്ക് എത്ര ബക്കറ്റ് വേണമെന്ന് എന്റെ വിചാരം? ഒന്നും രണ്ടും ഒന്നും പോരാ. എന്താടാ? അങ്ങനെ കുറെ ഉണ്ട്. അറിഞ്ഞൂടെ എത്ര എണ്ണം വേണം, അങ്ങനൊക്കെ വേണം. ഞാൻ സാധനം ഉണ്ടാകട്ടെ. എനിക്കൊരു കത്തി വേണം. ഒരു പിക്കോക്സ് വേണം. ഇനിയൊന്നും വേണ്ട. വെയിറ്റ്, ഇതൊക്കെ എടുത്ത് നോക്കട്ടെ. നിനക്ക് ഫുഡ് വേണ്ടേ? ഉണ്ടോ കയ്യോ? അതിന്നല്ലേ നിന്റെ എന്തോ ഇരിക്കുന്ന എന്റെ ആപ്പിൾ ഇരിപ്പുണ്ട്, വേറൊന്നുമില്ല. അപ്പൊ എല്ലാം പറഞ്ഞല്ലേ. ഓക്കെ, ഇന്ന് ഇത് രണ്ടെണ്ണം കൂടെ വെച്ചോ. അത് 3 ഉണ്ട്. എന്നാ അല്ല, ഞാൻ ഈ സാധനം എടുക്കുന്നതിന് ഞാൻ എന്തോ കാണിക്കുന്നേ? എനിക്ക് എന്തോ പറ്റി. നീ എന്നെ സോറി അടിക്കുന്ന എന്തിനാ? സോറി സോറി സോറി, അടിമാറി കൊണ്ടതാ. കൊറേ നേരമായിട്ടിട്ട് എന്നെ അടിച്ചടിച്ചില്ല. ആ കോള് ഞാൻ എടുത്തു കേട്ടോ. കോള് വേണ്ട, അതിന്റെ അത് നമുക്ക് കോൾ ആവശ്യമുണ്ട്. കോള് കൈ കെട്ടി എന്തിനാ? ഫ്യൂൽ സോഴ്സ് സെറ്റ് ആക്കണം. ഫ്യൂൽ സോഴ്സ് ഞാൻ അതീന്നല്ല എടുത്തേ. അയൻ ഇവിടെ ഇതായിട്ടോ. നീ എന്തുണ്ടാക്കുന്നേ? ഞാനോ ബക്കറ്റ് ഉണ്ടാക്കി. ഞാൻ അയൺ സോർ ഉണ്ടാക്കട്ടെ നിക്ക്. ഞാൻ സോഡ് അങ്ങ് ഇപ്പൊ ഉണ്ടാക്കല്ലേ, സോഡിന്റെ ആവശ്യമില്ല. അല്ലെ നല്ല പിക്കാക്സ്. ഇത് കത്തിക്കട്ടെ. അയ്യോ, പോവല്ലേ പോവല്ലേ. കിടന്നുറങ്ങണ കട്ടിലെല്ലാം ഉണ്ട് ഇവിടെ. അവിടെ കിടപ്പുണ്ട്. നീ ഇട്ടെടുത്ത്, നീ എവിടെ ഇട്ടേ? എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വാ, ഇനി എത്ര എണ്ണം ഉണ്ട്? എന്റെ 13 അവിടെ ഉണ്ട്. എന്നാ നീ ഏതാ? എവിടെ നീ? അത് കിടക്കണ്ടേ? അയ്യോ കിടക്കണം, അത്യാവശ്യം കിടക്കണം, അല്ലെങ്കിൽ വില്ലേജ് എല്ലാം തട്ടിപ്പോയി. എന്തി കത്തിരി താണ്ട് ഇവിടെ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. വെയിറ്റ്, എവിടെയും വീട കിടന്നോ, ഉറങ്ങിക്കോ. ഇനി എത്ര മിനിറ്റ് ആയി? 20 മിനിറ്റ്, 21, 22 എങ്ങാണ്ടായി. നമ്മുടെ വീട് 22 മിനിറ്റ് ആയി. ഞാൻ കട്ടില് പൊട്ടിക്കാറാ. റീഫോൺ പോയിന്റ് സെറ്റ് ചെയ്യടാ. ആ സോംബി ഉണ്ട് നമ്മുടെ റീസ്പോൺ പോയിന്റ് മറ്റേ ഇരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് ഷീൽഡൊക്കെ ഉണ്ടാക്കിയത്. ഷീൽഡൊക്കെ ഉണ്ടാക്കി എളുപ്പമില്ലേ? എന്ത് പറയുന്നു? അല്ല എളുപ്പം അല്ല, ഞാൻ ചോദിച്ചത് ഉണ്ടാക്കിയത്. എന്റെ മോനെ, ഇത് വെറും ലാവാ പൂളൊന്നും അല്ലേ. അവിടെ ഒന്നൊന്നും അല്ല, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു ഫിഷിംഗ് ഫാം ഉണ്ടാക്കാം. ഇങ്ങോട്ട് വാ. എന്തോ ഫാം? ഫിഷിംഗ് ഫാം. എടാ നിന്റെ തടി ഇരിപ്പുണ്ടോ? ഇല്ല, വെട്ടണോ? തടി വേണ്ട, എന്റെ ഉണ്ടോന്ന് ചോദിക്കും. ഞാൻ തടിയൊന്നും എടുത്തു. ഞാൻ എടുത്ത തടി വെച്ച് അയൻകുളത്തെ വന്നു. വാ, അത് വെച്ചിട്ടാ ഇപ്പൊ കൈ പിച്ചാക്സ് ഉണ്ടാക്കി മാറും. ഞാൻ പോയി വെട്ടിക്കൊണ്ട് വരാം. തടി എപ്പോഴും ആവശ്യമുള്ള സാധനം മാറും. അമ്മണിക്കുട്ടി അതും പ്രത്യേകിച്ചും മൈൻക്രാഫ്റ്റ്. രണ്ടടിക്ക് തീർന്നു പോയി. അമ്മേ, ഇതെന്ത്? വരുന്നു.
ഈ ബോട്ടൊന്നും പൊട്ടിക്കല്ലേ, ബോട്ട് ഇരിക്കുന്ന 2 വില്ലേജറിന്. ഇല്ല, ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നീ എന്ത് ചെയ്യും? ഇന്നത്തെ വീഡിയോ ഏകദേശം എൻ്റെ സമയമായി ഗൈസ്. ഏകദേശം ഒന്ന് എൻഡ് ചെയ്യുന്നില്ല ഇപ്പം. അങ്ങനെ എനിക്ക് വീഡിയോ എൻ്റെ ആയിട്ട് വേറെ പരിപാടി ഉണ്ട്. ഒരു പരിപാടി ഇല്ല. നീ ഇത് എഡിറ്റ് ചെയ്യണം. വീഡിയോ മുഖ്യം. നീ നീ ഓ അല്ല, ഓ ശരി. എന്തുവാടാ? അല്ല, ഒന്നുമില്ല. മറ്റേ ഓഡിയോടെ കാര്യം ഞാൻ ഓർത്ത് നോക്കിയതാ. ഓഡിയോ അതായിരുന്നു കുറെ പെടാൻ പോകുന്നത് നമ്മളെല്ലാരും. എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിക്കുന്നു. എടാ എനിക്ക് ലാഗും ഇല്ലല്ലോടാ. അതെന്താ അറിയത്തില്ല, ഈ സ്പീഡ് കൂടുമ്പോഴാണ് ലാഗ് വരുന്നത്. നീ എന്ത് ബോട്ടി കയറ്റിരിച്ചേക്കുന്നേ? അതൊക്കെ ആവശ്യം ഇങ്ങനെ തൊടല്ലേ മോനെ. തെള്ളി കളയട്ടെ? പുള്ളിയൊന്നും കളയല്ലേ, അടങ്ങിയില്ല. അങ്ങനെ തന്നെ വെച്ചേ. എന്റെ ചുറ്റിനും ഒരു മതിൽ പണിഞ്ഞു പോയി, 2 ബ്ലോക്ക് ആയുള്ള. എന്തോതിന്? അതൊക്കെ ആവശ്യമുണ്ട്, ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നീ ഒരു ചെറിയ പണിയും കൊണ്ടുണ്ട്. അയ്യോ സാരത്തി. എന്താ നോക്കുന്നേ? എടാ മൈനിങ്ങിന് പോയതാണോ നീ? മൈനിങ്ങിനൊക്കെ പോയിട്ട് ഞാൻ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ ടാസ്ക് ഉണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ്. ഞാൻ വിചാരിച്ചത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് വിചാരിക്കുന്നത് സിമ്പിൾ അല്ല. എന്റെ മരമൊക്കെ വെക്കിയ അവിടെ അമ്മമാർക്ക് അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട് അവന്മാരെ. ഞാൻ എന്താ ഫിഷ് ഫാം എവിടെ സെറ്റ് ചെയ്യണം? എവിടെ വേണം നീ വേണം? ഫിഷ് ഫാം? എടാ മീൻ പിടിക്കുന്ന ഒരു ചെറിയ ഫാം ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വെക്കാം. എടാ നീ ഇങ്ങനെ തുറക്കുന്നത് വെറുതെ. അത് ഇത് തുറക്കല്ലേ, ഈ സംഭവം ഒരിക്കലും തുറക്കരുത്. ഇതിന്റെ അകത്ത് ഒന്നും വരത്തില്ല. ഏറ്റവും ആ താഴെ വെക്കുന്നുണ്ട്. എനിക്കറിയാം, മറ്റേ ഇതല്ലയോ എന്തുവാ മീനെ മറ്റേ ചൂണ്ടിട്ട് വലിച്ചെടുക്കുന്നേ. അതില്ല. നീ പോയി കുറച്ചും കൂടെ അയൺ ഒപ്പിച്ചോണ്ടിരാവോ. അയണോ? ഞാൻ കുഴി എവിടാന്ന് കണ്ടില്ല. കുഴി എവിടെ? ഇല്ല കുഴിയാന്ന്. ഏതെങ്കിലുമൊക്കെ കുഴി പോയി അങ്ങ് ഒപ്പിച്ചോണ്ട് തന്നാൻ പറ്റുമോ? നിക്ക് നിന്റെ ഇത് ഇങ്ങെടുത്ത പിക്കാസ് പിക്കോക്സ്. എങ്ങോട്ടോ? ആ അളിയാ, എന്റെ പിക്കാക്സ് ഇല്ല. ആണെങ്കിൽ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ തരാം. എന്റെ ഇരിപ്പുണ്ടായ ഉണ്ടായിക്കോളാം. എന്നാ ഉഡ്ഡുന്ന വുഡ് ഉണ്ടല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. നീ എവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചേ? കണ്ട്. ഇപ്പൊ നമ്മൾ മൈനിങ്ങിന് പോന്നു ഗൈസ്. എവിടെ? അയ്യോ, എടാ ഒന്നുമില്ല. അല്ല, ഒരു മിനിറ്റ് വെയിറ്റ്. അയണില്ല. അയണുണ്ടോടാ? ഏ കേട്ടില്ല. എന്താണ് എല്ലാം തീർന്നിരിക്കുവാണ്. തീർന്നാ കുഴപ്പമില്ല. നീ നീയല്ലേ പറഞ്ഞ 2 എണ്ണം വെച്ച് കുഴി ഉണ്ടാക്കി എടുക്കാൻ. ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ഞാൻ നിന്റെ അകത്ത് എന്തോന്ന് ആലോചിച്ച് മാറി. കുഴി എവിടാ? ഇല്ല കുഴിയാന്നോ? ഇല്ല അവിടുത്തെ ഇതാന്നോ? ഞാൻ പോയി കാണുന്ന തോന്നിയ കുഴി അങ്ങ് വിളിക്കും. ഞാൻ അല്ല, എന്റെ കുറെ സാധനം ഇരിപ്പോ, അത് നിനക്ക് വേണ്ടേ?
എന്ത് അതെല്ലാം ചെത്തിലാക്കിയിട്ട് നീ അങ്ങ് പോടാ. ഇവിടെ ടീം പ്രോട്ടക്ട് അയ്യോ വാ 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 ഓടി ഓടി ഓടി. അയ്യോ എനിക്ക് വെട്ടാൻ പറ്റുന്നില്ല. ഞാൻ ചത്ത് ഇല്ല. ഇതിനൊക്കെ മീനില്ലല്ലോടാ. ഇവിടെ മീൻ സംഭവം ഇല്ല. എന്തോ വീണെന്ന്? മീനോ? അവിടെ എവിടെങ്കിലും കാണും നോക്കൂ. അങ്ങനെ മീനൊക്കെ വേണമെങ്കിൽ നമ്മൾ നടുക്കടലിൽ പോണം. അത്ര എളുപ്പമൊന്നും അല്ല. ഞാൻ ഇവിടെ ഒരു കുഴി കണ്ട്, ഞാൻ അകത്തോട്ട് കേറി പോവാണ്. കോപ്പർ വേണോ? കോപ്പർ എന്റെ ടോർച്ച് ഇല്ല. ടോർച്ച് എന്തെങ്കിലും ഇല്ലായിരുന്നു ഞാൻ പോയപ്പോ. ഞാൻ 21 കൊണ്ട് ഇരിക്കുന്നു. അതൊക്കെ വളരെ വളരെ ചെറിയ തുച്ഛമായ എമൗണ്ട്. ഈ കുഴിക്കകത്തൊന്നും ഇല്ല. കുഴി മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയത്തില്ല, അത് വേറെ കാര്യം. ഞാൻ കാണാൻ വയ്യ. എടാ ഇവിടെ നീ മീനില്ലാതെ നടക്കത്തില്ല. എന്തുവാടാ? അമ്മേ സോംബി. ചത്തോ? ഇല്ല ഇല്ല. കേറി വാടാ പന്നി. കേറാനും വയ്യല്ലേ ഇതിന്റെ മണ്ടയ്ക്കൊന്നും. ഇനി ആവശ്യമില്ല നിനക്ക്. ഇനി അങ്ങ് മണ്ടയ്ക്കോണോ? കോള് വേണോ? കോള് കേട്ടില്ല. മൈൻഡ് ചെയ്തോ ആവശ്യമില്ല. ഞാനെന്തായാലും മണ്ടയ്ക്കോട്ട് കയറി പോകുന്നുണ്ട്. അമ്മേ ക്രീപ്പർ. വാവു 2 സോംബി. അതെ ഞാൻ ചാവട്ടെ? അമ്മേ കത്തി 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 ചത്ത് 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 ചത്ത്. എവിടുന്നാ വീണ്? യാ എടാ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. വേൾഡ് ലോഡ് ആവുന്നില്ല. ലോഡായി. എടാ ഇത് എവിടാ? നമ്മള് സ്പോൺ ആയിട്ട് തന്നെയാണോ സ്പോൺ ആവുന്നത്? ഞാൻ എവിടെയോ സ്പോണായി. -14 നിന്റെ ഇതെത്ര? കണ്ടു ഒന്നുമില്ല വേണ്ട. എന്ത് പറയണേ? കോർഡിനേറ്റ്. ഞാൻ അവിടെ നിന്ന് വീണ് ചത്തില്ലയോ? കോർഡിനേറ്റോ? വേണ്ട ഞാൻ കണ്ട്. -141. നമ്മളതാ കോർഡിനേറ്റ്. അപ്പൊ ഇത് ഏത് വില്ലേജ്? ഇത് തന്നെ പോടാ. നിനക്കെന്നെ കാണാവോ? എടാ കോർഡിനേറ്റ് ഇതാടാ പൊട്ട. അങ്ങനെ അല്ല, പൊസിഷനാ ഞാൻ ചോദിച്ചേ. എല്ലാം ഇത് തന്നെ. അല്ല -141 അല്ലയോ? എനിക്ക് 15 അടങ്ങും. ഞാൻ ഇപ്പുറത്ത് വന്നു. ഞാൻ വന്ന് എന്റെ സാധനമൊക്കെ എനിക്ക് തിരിച്ചെടുക്കണം. ഞാൻ എവിടെ പോയ ചത്തേന്ന് കണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ എവിടെ ചത്തെന്നുള്ള കാര്യം പോലും ഓർമ്മയില്ല. എന്നോടാ നീ ചോദിക്കുന്നത്? നീ എവിടെ പോയി? ഞാൻ എവിടെ പോയി ചത്തത്? നിന്റെ അവൻ വല്ലതും ഉണ്ടോ? കേട്ടില്ല. അവൻ വല്ലതും ഉണ്ടോ? അവൻ എന്തോണ്ടോന്ന്? അവൻ അയണോ?
ഞാൻ ചത്തിട്ട് ഇപ്പൊ റീസ്പോണായി വന്നേ ഉള്ളൂ. അതിന് മുമ്പ് എടുക്കുക സൂപ്പർമാനോ. അല്ലെ വീഡിയോ എന്റെ ആക്കാൻ സമയം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എന്റെ ആക്കുവോ? നിലവിലല്ലേ? ഇല്ല, സമയമില്ല. 35 മിനിറ്റ് ആയി വീഡിയോ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു ചെറിയ ഫിഷിംഗ് ഫാം സെറ്റ് ആക്കും. അത്രേ ഉള്ളൂ. സെറ്റാക്കും ഗായ്സ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ നമ്മളിവിടെ ഫിഷിംഗ് ഫാം സെറ്റാക്കും. മൈൻക്രാഫ്റ്റിന്റെ ആദ്യത്തെ വീഡിയോ, ആദ്യത്തെ അല്ല രണ്ടാമത്തെ വീഡിയോ, എന്നാലും എനിക്ക് ആദ്യത്തെ വീഡിയോ. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എന്താണ്ടൊക്കെ കാണിച്ച് പോയി ചത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.